LDC 2024 കൊല്ലം കണ്ണൂർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിൽ എത്തിക്കുക. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യമായി നിയമസേവനം നൽകുന്നതാർക്കൊക്കെ? സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലകളിലെ തൊഴിലാളികൾ ഭിന്നശേഷിക്കാർ. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായത്. സഭയെ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നത് തെറ്റാണ്. 2ഉം 3ഉമാണ് ശരി. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിലെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ്. മൗലിക അവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ വ്യവസ്ഥ. കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ വ്യവസ്ഥ. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാ? സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്തത് കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1ഉം 3ഉമാണ്. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 3ഉം ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദേശം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 3ഉം ശരിയായ പ്രസ്താവനയാണ്. ഉപരാഷ്ട്രപതി 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 73ാം ഭേദഗതി. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1, 2, 3ആണ് ശരിയായ ക്വസ്റ്റ്യൻ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ടത് 1 സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകൃതമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് ഏതാണ്? 1ഉം 2ഉമാണ് ശരി. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. 2എന്ന് വെച്ചാൽ മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് 1ഉം 3ഉമാണ് ശരിയായത്. അതായത് കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. 3 എന്ന് പറയുന്നത് സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത് ശരീര താപനില നിയന്ത്രിക്കുക എന്നാണ്. പക്ഷേ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക, പോഷകങ്ങൾ ചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക, ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകൾ. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? അപൂരിത കൊഴുപ്പ്. ജനിതക എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. മനുഷ്യശരീരത്തിൽ ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോട്ട. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ധമനി അയോട്ട. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്തി. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് 1ഉം 3ഉമാണ്. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി
മൂല്യമുണ്ട്. ഭൂകേന്ദ്രങ്ങളിൽ ജിയുടെ വില 0 ധ്രുവങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രങ്ങളിൽ ജിയുടെ വില 0 h ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം h/2 സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? 1:1 ആണ്. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആദ്യം വരുന്നത് സമുദ്രജലം, ആദ്യം വരുന്നത് വായു, രണ്ടാമത് വരുന്നത് ശുദ്ധജലം, മൂന്നാമത് വരുന്നത് സമുദ്രജലം. ആദ്യം വരുന്നത് വായു, പിന്നെ അത് കഴിഞ്ഞ് ശുദ്ധജലം, അത് കഴിഞ്ഞ് സമുദ്രജലം. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? 1%. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനം? 1%. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്? അമോണിയ. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയരാണ്? സിങ്ക്. താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലമാണ് ഹൈഡ്രജൻ. അത് തെറ്റായാണ്. ശരിയായിട്ടുള്ളത് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഫ്ലൂറിൻ. ഡ്രൈ സെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. അപ്പം ഡ്രൈ സെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഫ്ലൂറിൻ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ചത് ബാംഗ്ലൂർ. താഴെ പറയുന്ന ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ്റെ റോവർ? ബ്രഹ്യാൻ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏത്? മിഴാവ്. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമാണ് മിഴാവ്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് രാമവർമ്മ അപ്പൻ തമ്പുരാൻ. ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് രാമവർമ്മ അപ്പൻ തമ്പുരാൻ. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട്? കഥകളി. വെട്ടത്ത് സമ്പ്രദായം കഥകളി. മഹാകവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആറ്റൂർ രവിവർമ്മ. മഹാകവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആറ്റൂർ രവിവർമ്മ. കേരളത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം 1973. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്തോനേഷ്യ. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി 2021 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയ AS. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട ഏതെങ്കിലും അജ്ഞാത വ്യക്തി സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുന്നുവെങ്കിൽ ഇത് ഫിഷിംഗ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്.